കടൽ നീലമിഴിയുള്ള കണിമലരിതളാളെ കണിമാരൻ വരുമല്ലോ നിനക്കു നാളെ നിന്റെ കസവണി കിനാവ് പൂവണിയും മോളെ നിലവിൽ പുലരും മോളെ കടൽ നീലമിഴിയുള്ള കണിമലരിതളാളെ കനിമാരൻ വരുമല്ലോ നിനക്കു നാളെ നിന്റെ കസവണി കിനാവ് പൂവണിയും മോളെ നിലവിൽ പുലരും മോളെ. ഇത്രയും നന്നായിട്ട് പാടുന്ന ടീച്ചർ എന്തുകൊണ്ടാണ് വലിയൊരു ഗ്യാപ്പ് എടുത്തത്? ഗ്യാപ്പ് എടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഒരു ഗ്യാപ്പ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വിലക്കോ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരൊരു വിദ്യാഭ്യാസം കാര്യമെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്കൂളിൽ വിടൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിലാണ് ഞാൻ ഒന്ന് മാറി നിന്നത്. വലിയ മകൾ ഒരു സിംഗറായിട്ട് നിങ്ങൾ കാണുന്നു. രണ്ടാമത്തെ മകളും പാട്ടു? അവളും നല്ലോണം പാടും. അവൾ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്, ടീച്ചറാണ്, റെൻസിബ റഷീദ്. അപ്പോൾ അങ്ങനെ അവരെ രണ്ടാക്കും വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് മാറി നിന്നതാണ്. പിന്നെ അവര് വലുതായി അവരെ കല്യാണം കഴിഞ്ഞപ്പോൾ ബെൻസിന്റെ ഒരു നിർബന്ധപ്രകാരം ഇങ്ങനെ ഒരു 1-2 പാട്ടുകളൊക്കെ അവള് FB-യിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നെ അങ്ങനെ അതിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു മോള് പറയും ഉമ്മ നമുക്കാണ് ചീത്ത കിട്ടുന്നത്, ഉമ്മാനെ എങ്ങനെ ഇത്രയും കാലം പാടാണ്ട് വെച്ചതെന്ന് വെച്ചിട്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ കുടുംബം എൻ്റെ ഹസ്ബൻഡോ ആരും ആയിരുന്നില്ല. കാരണം എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മാറിയുന്നതാണ്. പിന്നെ ഒന്ന് ഫ്രീ ആയപ്പം വിചാരിച്ചിങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം 1-2 പാട്ട് പാടിയിട്ട് ഇങ്ങനെ പാടി. ഇതിലൊരു ഉമ്മ മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു അവളെ ഒരു പാട്ടുകാരിയാക്കിയത്. പക്ഷെ മകള് ഇപ്പൊ തിരിച്ചു ഉമ്മാക്ക് ഒരു ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയെ ഒരു പാട്ടുകാരിയായി കൊണ്ടുവരികയാണ് അവരുടെ സ്വന്തം പേജിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ എന്താ പറയണ്ടത്, നമ്മൾ ഒരു വരി പാടുമ്പോൾ അതിന് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടാൻ പറ്റൂല. നമ്മൾ പാടുമ്പോൾ ഇതെന്താ പാടുന്നതെന്നോ അല്ലെങ്കിൽ ഇതെന്താ എപ്പോഴും പാട്ടാണെന്നൊന്നും ചോദിച്ചെങ്കിൽ പിന്നെ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം വരും. അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം എൻ്റെ കൊച്ചുമക്കളായാലും മക്കളായാലും എൻ്റെ ഉമ്മയും പിന്നെ നല്ലോണം മുന്നേ നല്ലോണം പാടുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് പാടില്ല, എന്നാലും പാട്ട് നല്ലോണം ആസ്വദിക്കും. എല്ലാ പാട്ടുകളും കേൾക്കും. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നെങ്കിൽ ഉമ്മ വേഗം അത് കണ്ടുപിടിക്കും. ഇന്ന പ്രശ്നം ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉപ്പാപ്പനും എന്താ പറയണ്ടേ, ഉപ്പാപ്പാൻ്റെ എല്ലാം ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഉപ്പാപ്പ എല്ലാം നല്ല സബീന പാട്ടുകൾ, കാരണം കിസ്സ പാട്ടുകൾ അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം ഒരുപാട് പാട്ടുകൾ പാടി. അതിൻ്റെ കളക്ഷൻസ് വരെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുടുംബത്തിലെല്ലാവരും ഉമ്മാൻ്റെ അനിയത്തി എല്ലാവരും നല്ലോണം പാടുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ചുറ്റിയിരുന്ന് ഇങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരു നിലാവെളിച്ചത്തിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പാടി, അതായത് ഉപ്പാപ്പ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബദർ, ഉഹദ് ഇതൊക്കെ സബീനകൾ എടുത്തു വെച്ച് ഓരോ ഭാഗം പാടി അതിന്റെ അർത്ഥം വെച്ച്